പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന ഗ്രാമം പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമാണ്. നെൽവയലുകൾക്കപ്പുറം തലയുയർത്തി നിൽക്കുന്ന സഹ്യപർവ്വത നിരകളും തണുത്ത കാറ്റും ആ ഗ്രാമത്തെ എപ്പോഴും ശാന്തമാക്കി വെക്കുന്നു. ഈ ഗ്രാമത്തിന്റെ ഓരത്തുള്ള ചെറിയൊരു വാടക വീട്ടിലായിരുന്നു മീനാക്ഷിയുടെ ലോകം. അച്ഛന്റെ മരണശേഷം ആ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ പട്ടിണിയും ദാരിദ്ര്യവും നീലിച്ചിരുന്നു. മീനാക്ഷിയും അവളുടെ അമ്മ രാധമ്മയും പിന്നെ വിവാഹം കഴിക്കാനിരിക്കുന്ന 3 അനിയത്തിമാരും. അമ്മ മറ്റുള്ളവരുടെ വീടുകളിൽ പണിയെടുത്തും പാടത്ത് പണിയെടുത്തുമാണ് ആ 4 പെൺമക്കളെ വളർത്തിയത്. മീനാക്ഷിക്ക് പഠിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. താൻ നന്നായി പഠിച്ച് ഒരു ജോലി നേടിയാൽ അമ്മയുടെ കഷ്ടപ്പാടുകൾ തീരുമെന്ന് അവൾ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ +2 പരീക്ഷ കഴിഞ്ഞ ദിവസം അവൾ അമ്മയുടെ വിണ്ടുകീറിയ കൈകളിലേക്ക് നോക്കി. ആ കൈകൾ ഒരുപാട് കഥകൾ പറയുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി അമ്മയോട് അവൾ പറഞ്ഞു, "അമ്മേ, എനിക്കിനി പഠിക്കണ്ട. ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോകാം. അനിയത്തിമാരെ നമുക്ക് പഠിപ്പിക്കണം." അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. "നിന്റെ സ്വപ്നങ്ങൾ എനിക്ക് വേണ്ടി ബലി കഴിക്കരുത് മോളെ" എന്ന് അമ്മ പറഞ്ഞെങ്കിലും മീനാക്ഷി ഉറച്ചു നിന്നു. അങ്ങനെയാണ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ മീനാക്ഷി റിസപ്ഷനിസ്റ്റായി ജോലിക്ക് ചേരുന്നത്. അവിടെ വെച്ചാണ് അവൾ പ്രകാശിനെ ആദ്യമായി കാണുന്നത്. പ്രകാശ് ആ കമ്പനിയിലെ മിടുക്കനായ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. വെളുത്ത നിറമുള്ള എപ്പോഴും പുഞ്ചിരിക്കുന്ന പ്രകാശ് പെട്ടെന്ന് തന്നെ മീനാക്ഷിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. മീനാക്ഷിയുടെ ലാളിത്യവും ജോലിയിലുള്ള ആത്മാർത്ഥതയും പ്രകാശിനും ഇഷ്ടമായി. ഒരു വൈകുന്നേരം ജോലി കഴിഞ്ഞ് മഴ നനഞ്ഞു നിൽക്കുന്ന മീനാക്ഷിയുടെ അരികിലേക്ക് പ്രകാശ് തന്റെ ബൈക്ക് നിർത്തി. "മീനാക്ഷി, കയറിക്കോളൂ, ഞാൻ ബസ് സ്റ്റോപ്പിൽ വിടാം." ആദ്യമൊന്നും അടിച്ചെങ്കിലും പ്രകാശിന്റെ നിർബന്ധത്തിന് അവൾ വഴങ്ങി. ആ യാത്രയായിരുന്നു അവരുടെ പ്രണയത്തിന്റെ തുടക്കം. പിന്നീട് പല ദിവസങ്ങളിലും അവർ സംസാരിച്ചു. മീനാക്ഷി തന്റെ വീടിന്റെ അവസ്ഥയും അമ്മയുടെ കഷ്ടപ്പാടും പ്രകാശിനോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ പ്രകാശ് അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. "മീനാക്ഷി, നിന്റെ ഈ കഷ്ടപ്പാടുകൾ എല്ലാം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ കുടുംബം ഇനി എന്റെയും കൂടി ഉത്തരവാദിത്തമാണ്." അതൊരു വലിയ വാഗ്ദാനമായിരുന്നു. 7 വർഷം നീണ്ട പ്രണയകാലത്ത് പ്രകാശ് അവളെ ഒരു രാജ്ഞിയെ പോലെയാണ് പരിഗണിച്ചത്. ഇടയ്ക്കിടെ അവളുടെ വീട്ടിൽ പോയി അമ്മയ്ക്കും അനിയത്തിമാർക്കും വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു. "മീനാക്ഷി, നീ വിഷമിക്കേണ്ട. നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ അനിയത്തിമാരുടെ വിവാഹം ഞാൻ മുൻകൈ എടുത്ത് നടത്തും. അവർക്ക് നല്ലൊരു ഭാവി ഞാൻ ഉറപ്പു തരുന്നു" എന്ന് പ്രകാശ് ഓരോ തവണ പറയുമ്പോഴും മീനാക്ഷിയുടെ കണ്ണുകൾ നന്ദി കൊണ്ട് നിറയുമായിരുന്നു. തന്റെ ജീവിതത്തിലേക്ക് ദൈവം അയച്ച മാലാഖയാണ് പ്രകാശ് എന്നവൾ ഉറച്ചു വിശ്വസിച്ചു. ഒടുവിൽ വീട്ടുകാരുടെ സമ്മതത്തോടെ അവരുടെ വിവാഹം നടന്നു. പ്രകാശിന്റെ അച്ഛൻ ഗോപാലകൃഷ്ണനും അമ്മ സുമതിയും വലിയ സ്നേഹമുള്ളവരായിരുന്നു. "ഞങ്ങൾക്കൊരു മകളില്ലായിരുന്നു മീനാക്ഷി. നീ ഈ വീട്ടിലെ മരുമകളല്ല, ഞങ്ങളുടെ മൂത്ത മകളാണ്" എന്ന് സുമതിയമ്മ പറഞ്ഞപ്പോൾ മീനാക്ഷിക്ക് തന്റെ സ്വന്തം വീട്ടിലെന്ന പോലെ സുരക്ഷിതത്വം തോന്നി. വിവാഹശേഷം പ്രകാശിന്റെ വീട് മീനാക്ഷിയുടെ സാന്നിധ്യം കൊണ്ട് ഐശ്വര്യപൂർണമായി. 2 വർഷത്തിനു ശേഷം അവർക്ക് പൂജ എന്ന മകൾ ജനിച്ചു. മകൾ ജനിച്ചതോടെ പ്രകാശ് കൂടുതൽ സന്തോഷവാനായി. ജോലി കഴിഞ്ഞു വന്നാൽ പിന്നെ മുഴുവൻ സമയവും മകൾക്കും മീനാക്ഷിക്കുമൊപ്പം ചിലവഴിക്കാനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ഓരോ മാസവും അവർ പാലക്കാട്ടെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പോകും. നെല്ലിയാമ്പതിയിലുള്ള കോടമഞ്ഞിലും മലമ്പുഴയിലെ പൂന്തോട്ടത്തിലും അവർ തങ്ങളുടെ പ്രണയം പുതുക്കിക്കൊണ്ടിരുന്നു. ഒരിക്കൽ മലമ്പുഴ ഡാമിന് മുകളിലൂടെ നടക്കുമ്പോൾ പ്രകാശ് മീനാക്ഷിയുടെ തോളിൽ കൈചേർത്തു ചോദിച്ചു, മീനാക്ഷി, നീ സന്തോഷവതിയല്ലേ? നിനക്ക് എന്നോട് എന്തെങ്കിലും പരാതിയുണ്ടോ?" മീനാക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "പരാതിയോ? എനിക്ക് നിങ്ങളോട് ഒരേ ഒരു പരാതിയേ ഉള്ളൂ. എന്നെ ഇത്രയധികം സ്നേഹിച്ച് നിങ്ങൾ എന്നെ വഷളാക്കുകയാണ്. നിങ്ങളില്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാൻ വയ്യ പ്രകാശേട്ടാ. എന്റെ ലോകം നിങ്ങളും പൂജമോളും പിന്നെ അച്ഛനും അമ്മയുമാണ്." പ്രകാശ് അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, "എന്റെ ജീവശ്വാസമാണ് നീ മീനാക്ഷി. നീ ഇല്ലെങ്കിൽ ഈ പ്രകാശിന് നിലനിൽപ്പില്ല. മരണം വരെ നമ്മൾ ഇങ്ങനെ തന്നെയായിരിക്കും." പ്രകാശ് തന്റെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം മീനാക്ഷിയുടെ കുടുംബത്തിനും മാറ്റിവെച്ചു. അവളുടെ അനിയത്തിമാരുടെ പഠനത്തിനും മറ്റുമായി അവൻ പണം നൽകി. "നീ എന്തിനാണ് ഈ പണം മാറ്റിവെക്കുന്നത് മീനാക്ഷി? നിന്റെ വീട്ടുകാർക്ക് പണം കൊടുക്കാൻ എനിക്കൊരു മടിയുമില്ല" എന്നവൻ അവളോട് തമാശയായി പറയുമായിരുന്നു. മീനാക്ഷി ആ വീട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറി. സുമതിയമ്മയ്ക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് മീനാക്ഷി സ്വന്തം അമ്മയെപ്പോലെ അവരെ പരിചരിച്ചു. "ഇങ്ങനെയൊരു മരുമകളെ കിട്ടാൻ ഞാൻ വലിയ പുണ്യം ചെയ്തിട്ടുണ്ട്" എന്ന് സുമതിയമ്മ അയൽവാസികളോട് അഭിമാനത്തോടെ പറഞ്ഞു. ജീവിതം അതിന്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി ഒഴുകുകയായിരുന്നു. പ്രകാശ് മീനാക്ഷിയെ അത്രമേൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു.
ഓരോ സായാഹ്നത്തിലും അവർ പൂമുഖത്ത് ചായ കുടിച്ചിരിക്കുമ്പോൾ പ്രകാശ് തന്റെ ഓഫീസിലെ വിശേഷങ്ങൾ അവളോട് പങ്കുവെക്കും. മീനാക്ഷിക്ക് സിവിൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ലെങ്കിലും അവൻ പറയുന്നത് അവൾ കൗതുകത്തോടെ കേട്ടിരിക്കും. പ്രകാശേട്ടാ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കെട്ടിടത്തിലും ആൾക്കാർ താമസിക്കുമ്പോൾ അവർ അറിയുന്നില്ലല്ലോ അതിന്റെ പിന്നിൽ നിങ്ങളുടെ എത്രമാത്രം അധ്വാനമുണ്ടെന്ന് എന്നവൾ പറയുമ്പോൾ അവൻ ചിരിക്കും. പൂജമ്മളുടെ 8ാം ജന്മദിനം അവർ വളരെ ആഘോഷമായിട്ടാണ് നടത്തിയത്. മീനാക്ഷിയുടെ അമ്മയും അനിയത്തിമാരും എല്ലാം വന്നിരുന്നു. പ്രകാശ് തന്നെ മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു. അന്ന് രാത്രി മകൾ ഉറങ്ങിയ ശേഷം മീനാക്ഷി പ്രകാശിന്റെ നെഞ്ചിൽ തലചായ്ച്ചു കിടന്നു. പ്രകാശേട്ടാ, എനിക്ക് പേടിയാകുന്നു. നമുക്ക് ഇത്രയധികം സന്തോഷം ദൈവം തരുന്നുണ്ടല്ലോ, ഇതിനിടയിൽ എവിടെയെങ്കിലും ഒരു തടസ്സം വരുമോ എന്ന് എനിക്ക് ഭയമാണ്. പ്രകാശ് അവളുടെ മുഖം കയ്യിലെടുത്തു. വിഡ്ഢിത്തം പറയല്ലേ മീനാക്ഷി, നമ്മുടെ സ്നേഹം സത്യസന്ധമാണ്. അതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. നിനക്കെന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല പ്രകാശേട്ടാ, എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ വയ്യ. അത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ രാത്രിയിൽ ആ ജനലിലൂടെ അകത്തേക്ക് വന്ന കാറ്റിന് പ്രണയത്തിന്റെ ഗന്ധമായിരുന്നു. എന്നാൽ ആ കാറ്റ് മറ്റൊരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയാണെന്ന് പാവം മീനാക്ഷി അറിഞ്ഞില്ല. കൊല്ലങ്കോട്ടെ ആ ചെറിയ വീട് സന്തോഷത്തിന്റെ കേന്ദ്രമായിരുന്നു. പക്ഷെ ആ സന്തോഷത്തിന്റെ മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് പ്രകാശിന്റെ ഓഫീസിലേക്ക് ഒരു പുതിയ മുഖം കടന്നു വന്നു. മനീഷ, വലിയ ബിസിനസ്സുകാരനായ ഹരിദാസിന്റെ ഏക മകൾ. പാലക്കാട് ടൗണിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെയും ആഡംബര കാറുകളുടെയും ഉടമയായ ഹരിദാസിന്റെ മകൾ എന്തിനാണ് ഒരു ചെറിയ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ട്രെയിനിയായി വന്നതെന്ന് പലരും അത്ഭുതപ്പെട്ടു. പക്ഷേ മനീഷയ്ക്ക് അതൊരു വിനോദം മാത്രമായിരുന്നു. കാണാൻ അതീവ സുന്ദരിയായിരുന്നു അവൾ. ഓരോ ദിവസവും പുതിയ മോഡൽ കാറുകളിൽ വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് അവൾ ഓഫീസിലെത്തുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവളിലുടക്കും. പ്രകാശ് ആദ്യം അവളോട് ഒരു അകലം പാലിച്ചിരുന്നു. പണക്കാരന്റെ മകളാണ്, വലിയ ജാടയായിരിക്കും എന്നായിരുന്നു അവന്റെ ചിന്ത. എന്നാൽ മനീഷ വളരെ തന്ത്രശാലിയായിരുന്നു. അവൾ പ്രകാശിന്റെ ജോലിയിലുള്ള കഴിവിനെ പുകഴ്ത്താൻ തുടങ്ങി. പ്രകാശ് സർ, സാർ ഡിസൈൻ ചെയ്ത ആ വില്ല കണ്ടു. അതിശയിപ്പിക്കുന്ന കഴിവാണ് സാറിന്. വലിയ കമ്പനികളിൽ ലഭിക്കേണ്ട സ്ഥാനമാണ് സാറിന് ഇവിടെയുള്ളത്. ഇത്തരം വാക്കുകൾ പ്രകാശിന്റെ ഈഗോയെ തൃപ്തിപ്പെടുത്തി. ഒരു വൈകുന്നേരം നല്ല മഴയുള്ള സമയത്ത് മനീഷ പ്രകാശിന്റെ മുറിയിലേക്ക് വന്നു. സർ, എന്റെ കാറ് സ്റ്റാർട്ടാകുന്നില്ല. ഡ്രൈവർ ലീവിലാണ്. എന്നെ ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ വിടുമോ? പ്രകാശിന് മറുപടി ഉണ്ടായിരുന്നില്ല. മനീഷയുടെ സൗന്ദര്യവും അവളുടെ നിഷ്കളങ്കമായ അഭ്യർത്ഥനയും അവനെ സ്വാധീനിച്ചു. അതിനെന്താ മനീഷ, കയറിക്കോളൂ, അവൻ പറഞ്ഞു. ബൈക്കിന് പിന്നിലിരുന്ന് അവൾ പ്രകാശുമായി സംസാരിച്ചു തുടങ്ങി. ആ യാത്രയിൽ അവൾ പ്രകാശിന്റെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചു. സർ, സാറിന്റെ വൈഫ് മീനാക്ഷി ചേച്ചി പാവമാണെന്ന് കേട്ടു. എനിക്ക് ചേച്ചിയെ ഒന്ന് പരിചയപ്പെടണം. ചേച്ചിയുടെ നമ്പർ ഒന്ന് തരാമോ? നമ്മൾ സ്ത്രീകൾ തമ്മിൽ നല്ല കൂട്ടാകുമല്ലോ, മനീഷ പറഞ്ഞു. പ്രകാശ് ഒന്നും ചിന്തിച്ചില്ല. തന്റെ പ്രിയപ്പെട്ടവളുടെ നമ്പർ അവൻ ആ പെൺകുട്ടിക്ക് നൽകി. പിന്നീട് നടന്നത് മീനാക്ഷി പോലും അറിയാത്ത ചതിയുടെ കളികളായിരുന്നു. മനീഷ മീനാക്ഷിക്ക് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി. ചേച്ചി, ഞാൻ പ്രകാശേട്ടന്റെ ഓഫീസിലെ മനീഷയാണ്. പ്രകാശേട്ടൻ എപ്പോഴും ചേച്ചിയെ കുറിച്ച് പറയും. ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ മീനാക്ഷിയാണെന്ന് ഏട്ടൻ പറയുമ്പോൾ എനിക്ക് ചേച്ചിയെ കാണാൻ വലിയ ആഗ്രഹമായി. മീനാക്ഷി പാവമായിരുന്നു. തന്റെ ഭർത്താവിനെ പുകഴ്ത്തുന്ന ആ പെൺകുട്ടിയോട് അവൾക്ക് സ്നേഹം തോന്നി. അതിനെന്താ മോളെ, നീ ഒരു ദിവസം വീട്ടിലേക്ക് വരൂ, മീനാക്ഷി മറുപടി നൽകി. പിന്നീടുള്ള ദിവസങ്ങളിൽ മനീഷയും മീനാക്ഷിയും മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. മീനാക്ഷി തന്റെ ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും മനീഷയോട് പങ്കുവെച്ചു. പക്ഷെ ഈ സൗഹൃദം പ്രകാശിനെ മനീഷയിലേക്ക് അടുപ്പിക്കാനുള്ള അവളുടെ ഒരു തന്ത്രമായിരുന്നു. ഓരോ ദിവസവും ഓഫീസിൽ വെച്ച് മനീഷ പ്രകാശിനോട് ചോദിക്കും, ഏട്ടാ, മീനാക്ഷി ചേച്ചി ഇന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ചേച്ചി ഏട്ടനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലേ? പതുക്കെ പതുക്കെ പ്രകാശ് ഓഫീസിൽ നിന്ന് വീട്ടിലെത്താൻ വൈകി തുടങ്ങി. രാത്രി വൈകിയും അവൻ ഫോണിൽ ചാറ്റ് ചെയ്യുന്നത് മീനാക്ഷി ശ്രദ്ധിച്ചു. ആരോടാണ് പ്രകാശേട്ട ഇത്ര നേരം സംസാരിക്കുന്നത് എന്നവൾ ചോദിക്കുമ്പോൾ, അത് ഓഫീസിലെ ക്ലയന്റ് ആണ് മീനാക്ഷി, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നവൻ ദേഷ്യത്തോടെ മറുപടി നൽകും. ആദ്യമൊക്കെ മീനാക്ഷി അത് കാര്യമാക്കിയില്ല. തന്റെ ഭർത്താവിനെ അവൾക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. എന്നാൽ ഒരു ഞായറാഴ്ച എല്ലാ സന്തോഷങ്ങളും തകർത്തു കളഞ്ഞ ആ ദിവസം വന്നു ചേർന്നു. മീനാക്ഷി അടുക്കളയിൽ പ്രകാശിന് ഇഷ്ടപ്പെട്ട മീൻകറി ഉണ്ടാക്കുകയായിരുന്നു. പൂജമോൾ ഹാളിൽ ഇരുന്ന് കളിക്കുന്നു. പ്രകാശ് ഗൗരവത്തോടെ അടുക്കളയിലേക്ക് വന്നു. മീനാക്ഷി, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അവന്റെ ശബ്ദത്തിലെ തണുപ്പ് മീനാക്ഷിയെ ഭയപ്പെടുത്തി. അവൾ കൈകൾ തുടച്ച് അവന്റെ അരികിലിരുന്നു. എന്താണ് പ്രകാശേട്ട, എന്ത് പറ്റി?
ഓഫീസിൽ വല്ല പ്രശ്നവുമുണ്ടോ? പ്രകാശ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കാതെ പറഞ്ഞു. മീനാക്ഷി, എനിക്ക് മനീഷയെ ഇഷ്ടമാണ്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അവളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മീനാക്ഷി ഒരു നിമിഷം സ്തംഭിച്ചു പോയി. അവൾ കേട്ടത് വിശ്വസിക്കാനായില്ല. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. പ്രകാശേട്ടാ, എന്ത് തമാശയാണിത്? ഇന്ന് ഏപ്രിൽ ഫോൾ ഒന്നുമല്ലല്ലോ. ഇത് തമാശയല്ല മീനാക്ഷി, ഞാൻ സീരിയസ് ആണ്. എനിക്ക് മനീഷ ഇല്ലാതെ പറ്റില്ല. അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവളുടെ പണവും പദവിയും നമ്മുടെ ജീവിതം മാറ്റും. മീനാക്ഷിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഉതിർന്നു വീണു. നമ്മുടെ ജീവിതം മാറ്റാനോ? പ്രകാശേട്ടാ, നമ്മൾ സന്തോഷത്തിലല്ലേ കഴിഞ്ഞിരുന്നത്? 7 വർഷം നമ്മൾ പ്രണയിച്ചതല്ലേ? 8 വർഷമായി നമ്മൾ ഈ വീട്ടിൽ ജീവിക്കുന്നു. നമ്മുടെ പൂജമോളെ നിങ്ങൾ കണ്ടില്ലേ? എനിക്ക് വേണ്ടി വേണ്ടെങ്കിലും അവൾക്ക് വേണ്ടി നിങ്ങൾ ഇത് പറയരുത്. പ്രകാശ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. നീ സെന്റിമെന്റ്സ് ഒന്നും പറയണ്ട മീനാക്ഷി. എനിക്ക് അവളോട് തോന്നുന്നത് പ്രണയമാണ്. നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. നിനക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ ഒരു മുറിയിൽ താമസിക്കാം. മനീഷയും ഇവിടെ വരും. നിനക്കത് സമ്മതമല്ലെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. നിന്റെ അനിയത്തിമാരുടെ കാര്യം നീ തന്നെ നോക്കിക്കോ. പ്രകാശേട്ടാ, മീനാക്ഷി അവന്റെ കാലുകളിൽ വീണു കരഞ്ഞു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആ പെൺകുട്ടി നമ്മുടെ സുഹൃത്തല്ലേ? അവൾ എന്നോട് എത്ര സ്നേഹത്തോടെയാണ് സംസാരിച്ചിരുന്നത്. അവൾ എന്നെ ഇത്ര വലിയ ചതി ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവളെ ഒന്നും പറയണ്ട മീനാക്ഷി, ഇത് എന്റെ തീരുമാനമാണ്. ഞാൻ നിന്നേക്കാൾ കൂടുതൽ അവളെ സ്നേഹിക്കുന്നു. ആ സംഭാഷണം കേട്ടുകൊണ്ട് സുമതി അമ്മയും ഗോപാലകൃഷ്ണൻ അച്ഛനും അങ്ങോട്ട് വന്നു. നീ എന്ത് തെമ്മാടിത്തരമാണ് ഈ പറയുന്നത് പ്രകാശ? അച്ഛൻ ഗർജിച്ചു. ഈ പെണ്ണ് നിനക്ക് വേണ്ടി ജീവിച്ചവളാണ്. പട്ടിണി കിടക്കുന്ന തന്റെ വീട്ടുകാരേക്കാൾ വലുത് നീയാണെന്ന് കരുതിയവളാണ് അവൾ. അവളെ ചതിച്ചിട്ട് മറ്റൊരു പെണ്ണിനെ ഈ വീട്ടിലേക്ക് കയറ്റാൻ ഞാൻ അനുവദിക്കില്ല. പ്രകാശ് പുച്ഛത്തോടെ ചിരിച്ചു. അച്ഛാ, ഇത് എന്റെ വീടാണ്. എന്റെ വരുമാനം കൊണ്ടാണ് ഈ വീട് നടക്കുന്നത്. നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ അവളെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോകാം. എനിക്ക് മനീഷയെ വിവാഹം കഴിക്കണം, അത്ര തന്നെ. അന്ന് രാത്രി മീനാക്ഷി ഉറങ്ങിയില്ല. ഉറങ്ങിക്കിടക്കുന്ന പൂജമോളെ നോക്കി അവൾ വിതുമ്പി. മോളെ, നിന്റെ അച്ഛൻ നമ്മളെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. നമ്മൾ ഇനി എങ്ങോട്ട് പോകും? സ്വന്തം വീട്ടിലേക്ക് പോയാൽ അമ്മയും അനിയത്തിമാരും തകരും. നാട്ടുകാർ തന്നെയും കുടുംബത്തെയും അപമാനിക്കും. അനിയത്തിമാരുടെ വിവാഹം നടക്കില്ല. പ്രകാശ് അത് മുതലെടുക്കുകയാണ്. അടുത്ത ദിവസം മനീഷ മീനാക്ഷിയെ വിളിച്ചു. അവളുടെ ശബ്ദത്തിൽ പഴയ സ്നേഹമില്ലായിരുന്നു, പകരം അധികാരമായിരുന്നു. ചേച്ചി, പ്രകാശേട്ടൻ എല്ലാം പറഞ്ഞിരിക്കുമല്ലോ. ചേച്ചി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഏട്ടന് എന്നെയാണ് ഇഷ്ടം. മീനാക്ഷി ഫോൺ കട്ട് ചെയ്തു. അവളുടെ ഉള്ളിൽ ഒരു വലിയ വേദനയോടൊപ്പം ഒരു നിശ്ചയദാർഢ്യം ജനിക്കുകയായിരുന്നു. താൻ തോറ്റുകൊടുക്കാൻ പാടില്ല, പക്ഷേ ഇപ്പോൾ താൻ നിസ്സഹായയാണ്. ശരി പ്രകാശേട്ടാ. പിറ്റേന്ന് രാവിലെ മീനാക്ഷി പ്രകാശിനോട് പറഞ്ഞു. നിങ്ങളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാം. ഞാൻ ഇവിടെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിക്കോളാം. പക്ഷെ എന്റെ മോളെ എനിക്ക് വേണം. പ്രകാശിന്റെ മുഖത്ത് ഒരു ജയഭാവം വിരിഞ്ഞു. അതാണ് നല്ല തീരുമാനം മീനാക്ഷി. നീ ഒരു ബുദ്ധിമതിയാണ്. തന്റെ ഹൃദയം നുറുകുന്ന വേദന കടിച്ചമർത്തിക്കൊണ്ട് മീനാക്ഷി ആ ചതിക്ക് മൗനമായി സമ്മതം മൂളി. മനീഷയുടെ വീട്ടിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. തന്റെ മകളുടെ ഇഷ്ടത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവളുടെ അച്ഛൻ തയ്യാറായിരുന്നു. എന്നാൽ പ്രകാശിന്റെ വീട്ടിൽ കാര്യങ്ങൾ അങ്ങനെയല്ലായിരുന്നു. ഗോപാലകൃഷ്ണൻ അച്ഛനും സുമതി അമ്മയും ഭക്ഷണം പോലും കഴിക്കാതെ ഓരോ മൂലയിൽ ഇരിപ്പാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പ്രകാശ് മീനാക്ഷിയോട് പറഞ്ഞു. മീനാക്ഷി, ഈ ഞായറാഴ്ച നമ്മൾ എല്ലാവരും മനീഷയുടെ വീട്ടിലേക്ക് പോവുകയാണ്. കല്യാണം ഉറപ്പിക്കാനായിട്ട്. നീയും വരണം. നിനക്ക് എതിർപ്പൊന്നുമില്ലെന്ന് അവളുടെ വീട്ടുകാർക്ക് മനസ്സിലാകണം. ഞാനും വരണോ പ്രകാശേട്ടാ? മീനാക്ഷിയുടെ ശബ്ദം ഇടറി. അതെ, നീ വന്നാലേ അവർക്ക് വിശ്വാസമാകൂ. നീ എന്റെ കൂടെ ഉണ്ടാകണം. ആ ഞായറാഴ്ച മീനാക്ഷി ഒരു പഴയ സാരി എടുത്ത് കണ്ണുനീർ തുടച്ച് പ്രകാശിനോടൊപ്പം ഇറങ്ങി. പൂജ മോളെയും അവർ കൂടെ കൂട്ടി. മനീഷയുടെ ആഡംബര വസതിയിലെത്തിയപ്പോൾ മീനാക്ഷിക്ക് അവിടെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. മനീഷ വില കൂടിയ പട്ടുടയാടുകൾ അണിഞ്ഞ് രാജകുമാരിയെ പോലെ ഇരിക്കുന്നു. മീനാക്ഷിയെ കണ്ടപ്പോൾ അവൾ പരിഹാസത്തോടെ ചിരിച്ചു. മനീഷയുടെ അച്ഛൻ ഹരിദാസ് പ്രകാശിനോട് പറഞ്ഞു. പ്രകാശ്, എന്റെ മകളുടെ ഇഷ്ടമാണ് എനിക്ക് പ്രധാനം. നീ വിവാഹിതനാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ മകൾക്ക് നിന്നെ മതിയെങ്കിൽ പിന്നെ എനിക്ക് തടസ്സമില്ല. നിന്റെ ആദ്യ ഭാര്യയ്ക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? പ്രകാശ് മീനാക്ഷിയെ നോക്കി. മീനാക്ഷി ഒരു യന്ത്രം പോലെ പറഞ്ഞു. എനിക്ക് പരാതിയില്ല സർ. പ്രകാശേട്ടന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം. ആ വാക്കുകൾ പറയുമ്പോൾ മീനാക്ഷിയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുകയായിരുന്നു. തിരികെ വീട്ടിലെത്തിയ രാത്രിയിൽ മീനാക്ഷി മുറിയിൽ തനിച്ചിരുന്നു കരഞ്ഞു. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു. അടുത്ത മാസം മുഹൂർത്തം. പ്രകാശ് ഇപ്പോൾ കൂടുതൽ സമയവും മനീഷയുമായി ഫോണിലാണ്. അവൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ മീനാക്ഷിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി.
വിവാഹ തലേന്ന് വീട്ടിൽ ഒരുപാട് ബന്ധുക്കൾ എത്തി. എല്ലാവരും മീനാക്ഷിയെ സഹതാപത്തോടെ നോക്കി. ചിലർ രഹസ്യമായി പറഞ്ഞു, പാവം, വേറെ ഗതിയില്ലാത്തത് കൊണ്ടാവും ഇങ്ങനെ നിൽക്കുന്നത്. ചിലർ അവളെ കളിയാക്കി. മീനാക്ഷി ഒന്നും കേട്ടില്ലെന്ന് നടിച്ചു. അവൾ പൂജമോളെ അരികിലിരുത്തി. 8 വയസ്സുകാരിയായ പൂജയ്ക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അമ്മേ, അച്ഛൻ എന്തിനാ പുതിയ ഡ്രസ് ഇടുന്നത്? അച്ഛൻ എന്തിനാ വേറെ വീട്ടിൽ പോകുന്നത്? അവൾ ചോദിച്ചു. അച്ഛനൊരു കല്യാണമുണ്ട് മോളെ, നീ വലിയ ആളാകുമ്പോൾ പറഞ്ഞു തരാം. മീനാക്ഷി മകളെ കെട്ടിപ്പിടിച്ചു കിടന്നു. ആ രാത്രി അവൾ ഉറങ്ങിയില്ല. തന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തുന്നത് കാണാൻ വിധിക്കപ്പെട്ട ഒരുവളുടെ ഉറക്കമില്ലാത്ത രാത്രി. പിറ്റേന്ന് രാവിലെ പ്രകാശ് മണവാളനായി ഒരുങ്ങി. പട്ടുമുണ്ടും ഷർട്ടും ധരിച്ച് അവൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നു. മീനാക്ഷി അവനെ നോക്കി. ആ മുഖത്ത് ഒരു തരി പോലും പശ്ചാത്താപമില്ലായിരുന്നു. അവൻ തന്റെ കുടുംബത്തെയും മകളെയും തള്ളിപ്പറഞ്ഞ് മറ്റൊരു പെണ്ണിന്റെ സമ്പത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. പാലക്കാട്ടെ ഒരു ഹാളിൽ വെച്ചായിരുന്നു വിവാഹം. മുഹൂർത്തമായി. നാദസ്വരം മുഴങ്ങി. പ്രകാശ് മനീഷയുടെ കഴുത്തിൽ താലി കെട്ടി. മീനാക്ഷി ഒരു മൂലയിൽ മാറി നിന്ന് അത് നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് കത്തുന്ന കണ്ണുനീർ ധാരധാരയായി ഒഴുകി. സുമതിയമ്മയും ഗോപാലകൃഷ്ണൻ അച്ഛനും തല കുനിച്ചിരുന്നു. ആ വിവാഹ പന്തലിൽ സന്തോഷിക്കുന്നത് പ്രകാശും മനീഷയും പിന്നെ അവരുടെ പണക്കാരും സ്വാർത്ഥരുമായ ബന്ധുക്കളും മാത്രമായിരുന്നു. കല്യാണം കഴിഞ്ഞ് വൈകുന്നേരം പ്രകാശ് മനീഷയെയും കൂട്ടി വീട്ടിലെത്തി. സുമതിയമ്മ നിലവിളക്ക് വെച്ച് അവരെ സ്വീകരിക്കാൻ വിസമ്മതിച്ചു. ഒടുവിൽ മീനാക്ഷി തന്നെ നിലവിളക്കുമായി വന്നു. സ്വന്തം ഭർത്താവിന്റെ 2ാം ഭാര്യയെ നിലവിളക്ക് നൽകി വീട്ടിലേക്ക് സ്വീകരിക്കേണ്ടി വന്ന മീനാക്ഷിയുടെ ആ അവസ്ഥ കണ്ട് അവിടെ കൂടി നിന്നവരുടെ പോലും കണ്ണു നിറഞ്ഞു. അന്ന് രാത്രി മീനാക്ഷിക്ക് തന്റെ മുറി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. പ്രകാശും മനീഷയും ആ വലിയ മുറിയിൽ പ്രവേശിച്ചു. മീനാക്ഷി മകളെയും കൂട്ടി ഹാളിലെ ആ ചെറിയ കിടക്കയിൽ കിടന്നു. ആ മുറിക്കുള്ളിൽ നിന്ന് കേൾക്കുന്ന ചിരിയും സംസാരവും മീനാക്ഷിയുടെ കാതുകളിൽ ഈയെ മുരുക്കി ഒഴിക്കുന്നത് പോലെ തോന്നി. തന്റെ കിടപ്പറയിൽ മറ്റൊരു പെണ്ണ് തന്റെ ഭർത്താവിനോടൊപ്പം. ആ ചിന്ത അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവൾ വാ പൊത്തിപ്പിടിച്ച് കരഞ്ഞു. ദൈവമേ, ഈ ഒരു ഗതി ഒരു പെണ്ണിനും വരുത്തല്ലേ എന്നവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. മനീഷ ആ വീട്ടിൽ വന്നതോടെ പഴയ സമാധാനം എന്നേക്കുമായി പടിയിറങ്ങിപ്പോയി. ഓരോ ദിവസവും മീനാക്ഷിക്ക് നരകതുല്യമായിരുന്നു. പ്രകാശ് ഇപ്പോൾ പൂർണ്ണമായും മനീഷയുടെ നിയന്ത്രണത്തിലായി. മുൻപ് മീനാക്ഷിയെയും മകളെയും സ്നേഹിച്ചിരുന്ന ആ മനുഷ്യൻ ഇപ്പോൾ അവരെ കാണുന്നത് തന്നെ ഒരു ഭാരമായാണ്. മനീഷയ്ക്ക് വീട്ടുജോലികൾ ഒന്നും അറിയില്ലായിരുന്നു. അതിനവൾക്ക് താല്പര്യവുമില്ലായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൾ TV കണ്ടും ഫോണിൽ സംസാരിച്ചും ഇരിക്കും. വീട് വൃത്തിയാക്കുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും എല്ലാം മീനാക്ഷിയുടെ ചുമലിലായി. ഒരു ശമ്പളമില്ലാത്ത വേലക്കാരിയെ പോലെ അവൾ ആ വീട്ടിൽ പണിയെടുത്തു. മീനാക്ഷി, ചായ എവിടെ എന്ന് മനീഷ അടുക്കളയിലേക്ക് നോക്കി ആക്രോശിക്കുന്നത് ഇപ്പോൾ പതിവായി. ഒരിക്കൽ ചായയിൽ മധുരം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് മനീഷ ആ ചായ ഗ്ലാസ് മീനാക്ഷിയുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത്രയും കാലം എന്റെ ഭർത്താവിന്റെ പണം തിന്ന് തടിച്ചു കൊഴുത്തതല്ലേ നീ? ഒരു ചായ ഉണ്ടാക്കാൻ പോലും നിനക്കറിയില്ലേ? മനീഷയുടെ ആ വാക്കുകൾ കേട്ട് മീനാക്ഷി തകർന്നു പോയി. മനീഷ, ഞാൻ നിന്റെ ഭർത്താവിന്റെ പണം മാത്രമല്ല തിന്നത്, ഈ വീട് നോക്കാൻ ഞാൻ എന്റെ ചോരയും നീരും ഒഴുക്കിയിട്ടുണ്ട് എന്ന് മറുപടി പറയണമെന്ന് അവൾക്ക് തോന്നി. പക്ഷെ പൂജമോളുടെ മുഖമോർത്തപ്പോൾ അവൾ മൗനം പാലിച്ചു. സുമതിയമ്മയും ഗോപാലകൃഷ്ണൻ അച്ഛനും ഇതിനെല്ലാം സാക്ഷിയായിരുന്നു. അവർ പലപ്പോഴും മനീഷയെ എതിർക്കാൻ ശ്രമിച്ചു. മനീഷ, ഇത് നിന്റെ വീടല്ല, മീനാക്ഷിയാണ് ഈ വീടിന്റെ ഐശ്വര്യം. നീ വന്നതിൽ പിന്നെ ഇവിടെ എന്നും വഴക്കാണ്, അച്ഛൻ ഒരു ദിവസം ദേഷ്യത്തോടെ പറഞ്ഞു. ഇത് കേട്ട മനീഷ പ്രകാശിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. നോക്കൂ പ്രകാശേട്ടാ, നിങ്ങളുടെ അച്ഛനും അമ്മയും എന്നെ ഈ വീട്ടിലിരിക്കാൻ സമ്മതിക്കുന്നില്ല. ആ മീനാക്ഷിയുടെ ഭാഗം പിടിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഒന്നുകിൽ അവരെ ഇവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകണം. മനീഷയുടെ കരച്ചിൽ കണ്ടപ്പോൾ പ്രകാശിന് ദേഷ്യം വന്നു. അവൻ സ്വന്തം അച്ഛനോടും അമ്മയോടും കയർത്തു സംസാരിച്ചു. അച്ഛാ, ഇനി മേലാൽ മനീഷയെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിങ്ങളെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അവൾ എന്റെ ഭാര്യയാണ്, അവളാണ് ഈ വീടിന്റെ പുതിയ അധികാരി. പ്രകാശിന്റെ ആ മാറ്റം ഗോപാലകൃഷ്ണനെ തളർത്തിക്കളഞ്ഞു. ആ സങ്കടം താങ്ങാനാവാതെ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അച്ഛനൊരു ഹൃദയാഘാതം ഉണ്ടാവുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അച്ഛന്റെ മരണം ആ വീടിനെ കൂടുതൽ ശൂന്യമാക്കി. അച്ഛന്റെ ചിതയെരിഞ്ഞു തീരുമ്പോൾ പ്രകാശിന്റെ കണ്ണുകളിൽ സങ്കടമില്ലായിരുന്നു. അവൻ മനീഷയെ ആശ്വസിപ്പിക്കുകയായിരുന്നു. അച്ഛൻ പോയതോടെ സുമതിയമ്മ തീർത്തും ഒറ്റപ്പെട്ടു. അമ്മയ്ക്ക് താങ്ങായി മീനാക്ഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകന്റെ ചതിയും ഭർത്താവിന്റെ മരണവും അമ്മയെ കിടപ്പിലാക്കി. ഈ സമയം നോക്കിയാണ് മനീഷ തന്റെ അടുത്ത കരുനീക്കം നടത്തിയത്. പ്രകാശേട്ടാ, ആ കിഴവിയും മീനാക്ഷിയും ആ കുട്ടിയും കൂടി ഈ വീട് മുഴുവൻ വൃത്തികേടാക്കുകയാണ്. അവരെ ഇവിടുന്ന് ഒഴിവാക്കാതെ എനിക്കിവിടെ സമാധാനമായി ഇരിക്കാൻ കഴിയില്ല.
മനീഷ പ്രകാശിനെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. സമാധാനം നഷ്ടപ്പെട്ട പ്രകാശ് ഒരു ദിവസം മീനാക്ഷിയെ ഹാളിലേക്ക് വിളിച്ചു. അവന്റെ കയ്യിൽ ചില രേഖകൾ ഉണ്ടായിരുന്നു. മീനാക്ഷി, എനിക്കിനി നിന്നെ നോക്കാൻ കഴിയില്ല. നിനക്ക് ഇത്രയും കാലം ഞാൻ താമസിക്കാൻ ഇടം നൽകി. ഇനി അത് പറ്റില്ല. നീ വിവാഹമോചന പത്രത്തിൽ ഒപ്പിടണം. എന്നിട്ട് നിന്റെ വീട്ടിലേക്ക് പോകണം. പൂജമോളെയും നീ കൊണ്ടുപോയിക്കോ. നിനക്ക് വല്ലപ്പോഴും ഞാൻ പണം അയച്ചു തരാം. മീനാക്ഷി ആ പേപ്പറുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നില്ല. പകരം ഒരു തരം നിസ്സംഗതയായിരുന്നു. പ്രകാശ് വിചാരിച്ചത് അവൾ കരയുമെന്നും കാലു പിടിക്കുമെന്നുമാണ്. പക്ഷെ മീനാക്ഷി പേന വാങ്ങി വേഗത്തിൽ അതിൽ ഒപ്പിട്ടു. പൂജയെ വളർത്താൻ എനിക്ക് നിങ്ങളുടെ പണം വേണ്ട പ്രകാശിട്ട. എന്റെ അധ്വാനം കൊണ്ട് ഞാൻ അവളെ വളർത്തിക്കോളാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, കാലം ഒരു നാൾ ഇതിനെല്ലാം മറുപടി നൽകും. അപ്പോഴാണ് സുമതിയമ്മ മുറിയിൽ നിന്ന് പതുക്കെ നടന്നു വന്നത്. അമ്മയുടെ കയ്യിൽ ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ഒരു ചെറിയ പെട്ടിയുണ്ടായിരുന്നു. നിങ്ങൾ മീനാക്ഷിയെ പുറത്താക്കാൻ നോക്കുകയാണല്ലേ? അമ്മയുടെ ശബ്ദം ഗൗരവമുള്ളതായിരുന്നു. അമ്മേ, ഇത് ഞങ്ങളുടെ കാര്യമാണ്. അമ്മ ഇതിൽ ഇടപെടേണ്ട. പ്രകാശ് ദേഷ്യപ്പെട്ടു. ഇടപെടണം പ്രകാശ. കാരണം ഇത് എന്റെയും എന്റെ ഭർത്താവിന്റെയും വീടാണ്. നീയല്ല ഇത് തീരുമാനിക്കേണ്ടത്. അമ്മ പെട്ടിയിൽ നിന്ന് ഒരു ആധാരം പുറത്തെടുത്തു. നീയും നിന്റെ ഈ പുതിയ ഭാര്യയും കൂടി മീനാക്ഷിയെ ചതിക്കുന്നത് ഞങ്ങൾ കണ്ടു നിൽക്കുകയായിരുന്നു. നീ മനീഷയെ പെണ്ണും കാണാൻ പോയതിന്റെ അടുത്ത ദിവസം ഞാനും അച്ഛനും കൂടി വക്കീലിനെ കാണാൻ പോയിരുന്നു. നിന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ഈ വീടും നമ്മുടെ ബാക്കിയുള്ള മുഴുവൻ സ്വത്തുക്കളും ഞങ്ങൾ മീനാക്ഷിയുടെ പേരിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞു. ഈ ആധാരത്തിൽ മീനാക്ഷിയാണ് ഈ വീടിന്റെ ഉടമസ്ഥ. നിനക്കും നിന്റെ ഈ ഭാര്യയ്ക്കും ഇവിടെ ഒരു സെന്റ് ഭൂമി പോലുമില്ല. ആ വാർത്ത കേട്ട് പ്രകാശിന്റെയും മനീഷയുടെയും തലയിൽ ഇരുത്തി വീണതുപോലെയായി. അമ്മേ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ നിങ്ങളുടെ മകനല്ലേ? പ്രകാശ് ആക്രോശിച്ചു. മകനാണ്, പക്ഷെ ഒരു പെണ്ണിന്റെ കണ്ണുനീർ വീഴ്ത്തുന്നവനെ മകനായി കാണാൻ എനിക്ക് കഴിയില്ല. നീ മീനാക്ഷിയോട് വിവാഹമോചനം ആവശ്യപ്പെട്ടില്ലേ? ഇപ്പോൾ അവൾക്ക് നിന്നെ ഡിവോഴ്സ് ചെയ്യാം. പക്ഷെ നീയും നിന്റെ ഈ ഭാര്യയും ഈ നിമിഷം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ഇത് മീനാക്ഷിയുടെ വീടാണ്. അമ്മ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. മനീഷ പ്രകാശിനെ നോക്കി പല്ലുകടിച്ചു. പ്രകാശേട്ടാ, എന്തൊക്കെയാണിത്? നിങ്ങളുടെ പണവും സ്വത്തും കണ്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലേ? മനീഷയുടെ യഥാർത്ഥ സ്വരൂപം പുറത്തു വരാൻ തുടങ്ങി. അവൾ പ്രകാശിനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. പണമില്ലാത്ത പ്രകാശ് അവൾക്ക് വെറും ഒരു ഭാരമായിരുന്നു. പ്രകാശ് മീനാക്ഷിയുടെ അരികിലേക്ക് ചെന്നു. മീനാക്ഷി, നീ അമ്മയോടൊന്ന് പറയേ. ഞാനല്ലേ നിന്റെ ഭർത്താവ്. നീ ഇത് വിശ്വസിക്കരുത്. മീനാക്ഷി ആ ആധാരം അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി. അവൾ പ്രകാശിനെ നോക്കി. ആ നോട്ടത്തിൽ പുച്ഛം മാത്രമായിരുന്നു. പ്രകാശേട്ടാ, നിങ്ങൾ എന്നോട് ഡിവോഴ്സ് ചോദിച്ചു. ഞാൻ ഒപ്പിട്ടു നൽകി. ഇനി നമ്മൾ തമ്മിൽ എന്ത് ബന്ധം? ഈ വീട് എന്റെ മകൾക്ക് വേണ്ടിയുള്ളതാണ്. അവളെയും നിങ്ങളുടെ അമ്മയെയും ഞാൻ നോക്കിക്കോളാം. പക്ഷെ നിങ്ങൾക്കും ഈ മനീഷയ്ക്കും ഇവിടെ സ്ഥാനമില്ല. നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്ത വഴിയാണിത്. ഇപ്പോൾ ഇറങ്ങിപ്പോകണം. മനീഷ ദേഷ്യത്തോടെ തന്റെ ബാഗുകൾ എടുത്തു. ശരി, എനിക്ക് ഇങ്ങനെ ഒരു ഓട്ടക്കാൽ വീട്ടിൽ കഴിയാൻ താല്പര്യമില്ല. വാ പ്രകാശേട്ടാ, എന്റെ വീട്ടിലേക്ക് പോകാം. അച്ഛൻ നോക്കിക്കോളും. പ്രകാശ് നിസ്സഹായനായി മനീഷയുടെ കൂടെ ആ പടിയിറങ്ങി. പോകുന്ന വഴിക്ക് അവനൊന്ന് തിരിഞ്ഞു നോക്കി. ആ വീട്ടിൽ മീനാക്ഷിയും അമ്മയും മകളും പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു. 7 വർഷത്തെ പ്രണയവും 8 വർഷത്തെ ദാമ്പത്യവും തകർത്തെറിഞ്ഞ് അവൻ വെറുമൊരു യാചകനെ പോലെ ഇറങ്ങിപ്പോയി. പുറത്തെ ഇരുട്ടിലേക്ക് നടക്കുമ്പോൾ പ്രകാശിന് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. മനീഷയുടെ പരിഹാസ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങി. താൻ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്? സ്നേഹിച്ച പെണ്ണിനേക്കാൾ വലുത് പണമാണെന്ന് കരുതിയ തനിക്ക് കാലം കാത്തുവെച്ച വലിയൊരു തിരിച്ചടിയായിരുന്നു അത്. ആ രാത്രിയിൽ കൊല്ലങ്കോട്ടെ ആ വീട്ടിൽ ആദ്യമായി ഒരു സമാധാനത്തിന്റെ വിളക്ക് തെളിഞ്ഞു. മീനാക്ഷി തന്റെ മകളെ മാറോട് ചേർത്ത് പിടിച്ചു. ഇനി അവൾക്ക് ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടതില്ല. തന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ തന്റെ അച്ഛനും അമ്മയും കരുതി വെച്ച ആ വലിയ സമ്മാനത്തെ അവൾ നെഞ്ചോട് ചേർത്തു. പക്ഷെ പ്രകാശിന്റെ പതനം അവിടെ അവസാനിച്ചിരുന്നില്ല. വിധിയുടെ മറ്റൊരു വലിയ പാഠം കൂടി അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്ന പ്രകാശനും മനീഷയും നേരെ പോയത് മനീഷയുടെ പിതാവായ ഹരിദാസിന്റെ ആഡംബര വസതിയിലേക്കായിരുന്നു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ അവിടെ അവർക്ക് രാജകീയമായ സ്വീകരണം ലഭിച്ചു. എന്നാൽ പണമില്ലാത്ത, സ്വന്തമായി സ്വത്തുക്കളില്ലാത്ത പ്രകാശ് മനീഷയുടെ വീട്ടുകാർക്ക് പതുക്കെ പതുക്കെ ഒരു ഭാരമായി മാറി തുടങ്ങി. താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകരുന്നത് പ്രകാശ് വേദനയോടെ നോക്കി നിന്നു. മനീഷയുടെ പിതാവ് അവനെ തന്റെ ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, ഒരു ശമ്പളക്കാരനെ പോലെയാണ് അവനോട് പെരുമാറിയത്. മനീഷയുടെ സ്വഭാവം കൂടുതൽ ക്രൂരമായി മാറി. പ്രകാശിന് മീനാക്ഷി നൽകിയ ആ ആത്മാർത്ഥ സ്നേഹം മനീഷയിൽ നിന്നും ഒരിക്കലും ലഭിച്ചില്ല.
താനൊരു സിവിൽ എഞ്ചിനീയർ ആണെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടെന്താ സ്വന്തമായി ഒരു വീട് പോലും നിനക്കില്ലാത്തത്? നിന്റെ അച്ഛനും അമ്മയും നിന്നെ തെരുവിലേക്ക് തള്ളിയില്ലേ? മനീഷയുടെ ഇത്തരം പരിഹാസ വാക്കുകൾ പ്രകാശിന്റെ ഹൃദയത്തിൽ ഓരോ ദിവസവും മുറിവുകൾ ഉണ്ടാക്കി. പണമില്ലെങ്കിൽ മനീഷയ്ക്ക് ആരോടും സ്നേഹമില്ലെന്ന് അവൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. മാസങ്ങൾ കടന്നുപോയി. മനീഷയുടെ വീട്ടിലെ പരിഹാസം സഹിക്കാനാവാതെ പ്രകാശ് അവളെയും കൂട്ടി ഒരു ചെറിയ വാടക വീട്ടിലേക്ക് താമസം മാറി. മനീഷയ്ക്ക് വീട്ടുജോലികൾ അറിയില്ലായിരുന്നു. ദിവസവും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കേണ്ടി വന്നു. പ്രകാശിന്റെ ശമ്പളം മുഴുവൻ അതിനായി തികയാതെ വന്നു. ഒരു ദിവസം പണമില്ലാത്തതിനാൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ കഴിഞ്ഞില്ല. മനീഷ, നീ ഒന്ന് കഞ്ഞി വെക്കുമോ? എനിക്ക് വയ്യാഞ്ഞിട്ടാണ് എന്ന് പ്രകാശ് അപേക്ഷിച്ചപ്പോൾ, എനിക്കിതൊന്നും അറിയില്ല, വേണമെങ്കിൽ നീ തന്നെ വെച്ച് കുടിച്ചോ എന്നായിരുന്നു അവളുടെ മറുപടി. അന്ന് രാത്രി വിശപ്പെടുക്കാൻ അടുക്കളയിൽ കഞ്ഞി വെക്കുമ്പോൾ പ്രകാശ് മീനാക്ഷിയെ ഓർത്തു. തന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞു ഭക്ഷണം വിളമ്പി തന്നിരുന്ന, താൻ വരുമ്പോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളവുമായി കാത്തു നിന്നിരുന്ന മീനാക്ഷി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അതേസമയം കൊല്ലങ്കോട്ടെ ആ വീട്ടിൽ മീനാക്ഷി ഒരു പുതിയ ജീവിതം തുടങ്ങുകയായിരുന്നു. അമ്മ സുമതിയുടെയും മകളുടെയും പിന്തുണ അവൾക്കുണ്ടായിരുന്നു. വെറുതെ ഇരിക്കാൻ മീനാക്ഷി തയ്യാറായില്ല. അവൾ തന്റെ പഴയ തയ്യൽ മെഷീൻ പൊടി തട്ടിയെടുത്തു. ചെറിയ രീതിയിൽ തുടങ്ങിയ തയ്യൽ ജോലി പിന്നീട് അയൽവാസികളുടെയും നാട്ടുകാരുടെയും പ്രശംസ പിടിച്ചുപറ്റി. മീനാക്ഷിയുടെ കൃത്യനിഷ്ഠതയും സ്നേഹപൂർണമായ പെരുമാറ്റവും കാരണം ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ വസ്ത്രങ്ങൾ തയ്പ്പിക്കാൻ എത്തിത്തുടങ്ങി. മീനാക്ഷി ഒരു തയ്യൽ കട ആരംഭിച്ചു. മീനാക്ഷി ഡിസൈൻസ് എന്ന സ്ഥാപനം പതുക്കെ പതുക്കെ വളർന്നു. അവൾ 10 പാവപ്പെട്ട സ്ത്രീകൾക്ക് അവിടെ ജോലി നൽകി. ഒരു സാധാരണ റിസപ്ഷനിസ്റ്റിൽ നിന്ന് ഒരു സംരംഭകയായി അവൾ വളർന്നു. തന്റെ അനിയത്തിമാരുടെ വിവാഹം അവൾ രാജകീയമായി നടത്തി. നാട്ടുകാർക്കിടയിൽ മീനാക്ഷി ഒരു മാതൃകയായി മാറി. പൂജമോളെ അവൾ ജില്ലയിലെ തന്നെ മികച്ച സ്കൂളിൽ പഠിപ്പിച്ചു. സുമതി അമ്മയുടെ ചികിത്സയും കാര്യങ്ങളും അവൾ സ്വന്തം അമ്മയേക്കാൾ ഭംഗിയായി നോക്കി. 3 വർഷങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ സുമതി അമ്മ സമാധാനമായി മരിച്ചു. മരിക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ പിടിച്ച് മീനാക്ഷി പറഞ്ഞു, അമ്മേ, അമ്മ നൽകിയ ഈ തണലാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അമ്മയുടെ മരണം പ്രകാശ് അറിഞ്ഞെങ്കിലും അവന് വരാൻ ധൈര്യമില്ലായിരുന്നു. അവൻ മനീഷയുമായുള്ള നിരന്തരമായ വഴക്കുകൾ കാരണം മാനസികമായി തകർന്നിരുന്നു. പുറത്തുനിന്നുള്ള ഭക്ഷണം അവന്റെ ആരോഗ്യം നശിപ്പിച്ചു. മനീഷ ഒടുവിൽ പ്രകാശിനെ ഉപേക്ഷിച്ച് ഒരു വിദേശ ബിസിനസ്സുകാരന്റെ കൂടെ പോയി. പ്രകാശ് ഇപ്പോൾ തീർത്തും ഒറ്റപ്പെട്ടു. ഒരു വൈകുന്നേരം പാലക്കാട് ടൗണിൽ മീനാക്ഷിയുടെ വലിയ തയ്യൽ ഷോപ്പിലേക്ക് അവശനായ ഒരു മനുഷ്യൻ കയറി വന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, നരച്ച മുടി, കണ്ണുകളിൽ ഒരു തരം ദയനീയത. അത് പ്രകാശാണെന്ന് തിരിച്ചറിയാൻ മീനാക്ഷിക്ക് കുറച്ചു നിമിഷങ്ങൾ വേണ്ടി വന്നു. മീനാക്ഷി തന്റെ ക്യാബിനിലിരുന്ന് ഒരു ഡിസൈൻ പേപ്പർ നോക്കുകയായിരുന്നു. മീനാക്ഷി, അവന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷി തലയുയർത്തി നോക്കി. അവളുടെ മുഖത്ത് പഴയ വേദനയോ ദേഷ്യമോ ഉണ്ടായിരുന്നില്ല. പകരം ഒരു തരം ശാന്തതയായിരുന്നു. ഇരിക്കു പ്രകാശേട്ടാ, അവൾ ശാന്തമായി പറഞ്ഞു. മീനാക്ഷി, ഞാൻ നിന്നോടും മോളോടും വലിയ തെറ്റാണ് ചെയ്തത്. കാലം എനിക്ക് വലിയ ശിക്ഷ നൽകി. മനീഷ എന്നെ ഉപേക്ഷിച്ചു പോയി. എനിക്കിപ്പോൾ ആരുമില്ല. എനിക്ക് മോളെ ഒന്ന് കാണണം. പ്രകാശ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പൊട്ടിക്കരഞ്ഞു. മീനാക്ഷി ഒരു ഗ്ലാസ് വെള്ളം അവന് നൽകി. പ്രകാശേട്ടാ, നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ, അത് മതി. പക്ഷെ ഇപ്പോൾ മോളെ കാണുന്നത് അവൾക്ക് വിഷമമാകും. അവളിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവളുടെ ലോകം വേറെയാണ്. അവൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ല ഓർമ്മകളൊന്നുമില്ല. നീ വിവാഹം കഴിച്ചില്ലേ മീനാക്ഷി? നിനക്കിപ്പോഴും ഈ കഷ്ടപ്പാട് തുടരണോ? പ്രകാശ് ചോദിച്ചു. മീനാക്ഷി ഒന്ന് പുഞ്ചിരിച്ചു. കഷ്ടപ്പാടോ? ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായി ജീവിക്കുന്നത് ഇപ്പോഴാണ് പ്രകാശേട്ട. മറ്റൊരാളുടെ മുന്നിൽ ആത്മാഭിമാനം പണയം വെക്കാത്ത ജീവിതം. വിവാഹം എന്ന തെറ്റ് എന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകില്ല. എന്റെ മകളും എന്റെ ജോലിയുമാണ് എന്റെ ലോകം. അതിലാണ് ഞാൻ ദൈവത്തെ കാണുന്നത്. പ്രകാശ് ആ കടയിലെ ആഡംബരങ്ങളിലേക്ക് നോക്കി. താൻ തള്ളിക്കളഞ്ഞ ആ പെണ്ണ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? താൻ മോഹിച്ച സമ്പത്തും പദവിയും അവൾ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നു. എനിക്ക് വിശക്കുന്നു മീനാക്ഷി, പ്രകാശ് തല താഴ്ത്തി പറഞ്ഞു. മീനാക്ഷി ഉടനെ തന്നെ സ്റ്റാഫിനെ വിളിച്ച് അവന് ഭക്ഷണം വരുത്തി നൽകി. അവൻ ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടപ്പോൾ മീനാക്ഷിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ഒരു കാലത്ത് തന്റെ രാജാവായിരുന്ന മനുഷ്യൻ ഇന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് തന്റെ മുന്നിൽ കൈനീട്ടുന്നു. പ്രകൃതിയുടെ നീതി എത്ര കൃത്യമാണെന്ന് അവൾ ഓർത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ മീനാക്ഷി തന്റെ ബാഗിൽ നിന്നും കുറച്ച് പണമെടുത്ത് പ്രകാശിന്റെ കയ്യിൽ വെച്ചു. ഇത് നിങ്ങൾ വെച്ചോളൂ. എവിടെയെങ്കിലും പോയി സമാധാനമായി ജീവിക്കാൻ ശ്രമിക്കൂ. ഇനി ഈ വഴിക്ക് വരരുത്. എന്റെ മകളുടെ ഭാവിയിൽ നേൽ വീഴ്ത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല. പ്രകാശ് ആ പണത്തിലേക്ക് നോക്കി വിതുമ്പി. നീ എന്നോട് ദേഷ്യപ്പെടുമെന്നാണ് ഞാൻ കരുതിയത് മീനാക്ഷി.
പക്ഷെ നിന്റെ ഈ കരുണയാണ് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. എനിക്ക് ദേഷ്യമില്ല പ്രകാശേട്ടാ, കാരണം നിങ്ങൾ എന്നെ ചതിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നും ആ 4 ചുവർക്കുള്ളിൽ ഒതുങ്ങിക്കൂടുമായിരുന്നു. എന്നെ ഈ നിലയിലെത്തിച്ചത് നിങ്ങളുടെ ആ ചതിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവളാണ്. പ്രകാശ് ആ പടിയിറങ്ങിപ്പോയി. അവൻ നടന്നു നീങ്ങുന്നത് ജനാലിലൂടെ നോക്കി നിൽക്കുമ്പോൾ മീനാക്ഷിയുടെ ഉള്ളിൽ വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി. തന്റെ ജീവിതത്തിലെ കറുത്ത അധ്യായം അവിടെ പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. അവൾ ഫോൺ എടുത്ത് തന്റെ മകളെ വിളിച്ചു. മോളെ, അമ്മ വരികയാണ്. നിനക്ക് ഇഷ്ടപ്പെട്ട പായസം അമ്മ വാങ്ങിയിട്ടുണ്ട്. കൊല്ലങ്കോട്ടെ ആ വീട്ടിൽ ഇപ്പോൾ പുതിയൊരു പ്രകാശമാണ്. ചതിയുടെയോ വഞ്ചനയുടെയോ അല്ല, മറിച്ച് ഒരു പെണ്ണിന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും അതിജീവനത്തിന്റെയും വെളിച്ചം. പണ്ട് അമ്മ പഠിപ്പിച്ചു തന്ന ആ തയ്യൽ മെഷീന്റെ താളം ഇന്ന് അവളുടെ ജീവിതത്തിന്റെ സംഗീതമായി മാറിയിരിക്കുന്നു. മീനാക്ഷി തന്റെ കാറിൽ വീടിനു നേരെ തിരിച്ചു, ഒരു പുതിയ നാളെയെയും പുലരിയെയും സ്വപ്നം കണ്ടുകൊണ്ട്.